ഒരു പ്രൊഫസർ തന്റെ പരീക്ഷണശാലയിൽ ഒരു പരീക്ഷണം ചെയ്യുകയായിരുന്നു. അതായത് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു അക്വേറിയം പോലെയുള്ള ഒരു ഗ്ലാസ് ടമ്പറിൽ ഒരു ഷാർക്കിനെ ഇടുന്നു. ആ ഷാർക്കിനെ ഇട്ട സമയത്ത് കുറച്ച് സമയം അത് കളിച്ചു നടക്കുന്നു. അതിനുശേഷം ഈ പ്രൊഫസർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്തേക്ക് കുറച്ച് ചെറു മത്സ്യങ്ങളെയും നിക്ഷേപിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഷാർക്ക് ഈ ചെറു മത്സ്യങ്ങളെ തിന്നുന്നതായിട്ട് കണ്ടു. അതിനുശേഷം എന്താണ് പ്രൊഫസർ ചെയ്തത് എന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ടമ്പറിന്റെ ഏകദേശം മധ്യത്തിലായിട്ട് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മറ്റൊരു ഗ്ലാസിന്റെ പാളി വെക്കുന്നു. അപ്പോൾ ഈ ടംബ്ലർ രണ്ടായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പാളി വെച്ച ഭാഗത്ത് നിന്നും ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും ഒരു ഭാഗത്താണ് ഷാർക്ക് ഉള്ളത്, ഇപ്പുറത്തെ ഭാഗത്ത് വേറെ ഒന്നുമില്ല, നടുക്ക് ഈ ഗ്ലാസ്. ഈ പ്രൊഫസർ വീണ്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാർക്ക് ഇല്ലാത്ത ഭാഗത്ത്, അതായത് നടുക്കുള്ള ഗ്ലാസിന്റെ ഇപ്പുറത്തുള്ള ഭാഗത്തേക്ക് നേരത്തെ നിക്ഷേപിച്ചതുപോലെ ചെറു മത്സ്യങ്ങളെ നിക്ഷേപിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാർക്ക് ഈ ചെറു മത്സ്യങ്ങളെ കാണുന്നു, ഇതിനെ തിന്നാൻ വേണ്ടിയിട്ട് അതിനടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. പക്ഷേ ഈ നടുക്കുള്ള മധ്യത്തിലുള്ള ഗ്ലാസിൽ തട്ടുന്നത് കാരണം ഈ ഷാർക്കിന് അപ്പുറത്തോട്ട് കടക്കാൻ കഴിയുന്നില്ല. ഷാർക്ക് അവിടെ ഒരു ബ്ലോക്ക് ഷാർക്കിന് അനുഭവപ്പെടുന്നു. പിന്നീട് ഈ പ്രൊഫസർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മധ്യത്തിലുള്ള ഗ്ലാസ്, നേരത്തെ വെച്ച ഗ്ലാസ് എടുത്തു മാറ്റുന്നു. എന്നിട്ട് വീണ്ടും അതിലേക്ക് ചെറു മത്സ്യങ്ങളെ നിക്ഷേപിക്കുന്ന സമയത്ത് പോലും ഈ ഷാർക്ക് എന്ത് ചെയ്യുന്നു? നേരത്തെ എവിടെയാണോ ഈ ഗ്ലാസ് ഉണ്ടായത് അവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകുന്നു. അവിടെ ഇപ്പോഴും ആ ഗ്ലാസ് ഉണ്ട്, എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന വിചാരത്തിൽ ഷാർക്ക് അവിടെ സ്റ്റക്കായി നിൽക്കുന്നു. ഈ മത്സ്യമുള്ള ഭാഗത്തേക്ക് ഷാർക്ക് പോകുന്നില്ല. ഞാനിപ്പോൾ ഈ കഥ എന്തിനാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ആരംഭിക്കണം എന്ന് ആഗ്രഹമുള്ള പല ആൾക്കാർക്കും ഈ സ്റ്റോറി ബാധകമാണ്. കാരണം തൻ്റെ മുമ്പിൽ ഒരു ഗ്ലാസ് ഉണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ സ്രാവിന് മുന്നിൽ ഉള്ള ഒരു ഗ്ലാസ് ഉണ്ടായതുപോലെ ആ ഗ്ലാസ് റിമൂവ് ചെയ്ത ശേഷവും ആ ഗ്ലാസ് ഉണ്ട് എന്നുള്ള ഒരു ധാരണ സ്രാവിന് ഉണ്ടായതുപോലെ ഒരു ബിസിനസ് ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കവചം ഉണ്ട് എന്ന് പലപ്പോഴും ധരിക്കുന്നു. ഒരു മെന്റൽ വാൾ, അതായത് ഒരു മാനസിക ചുവര് നിങ്ങളെ തടുക്കുന്നു. എന്തൊക്കെയാണ് ആ മാനസിക ചുവരിൽ വരുന്നത്? എനിക്ക് തുടങ്ങാൻ മൂലധനമില്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇല്ല, എനിക്ക് ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ അനുഭവ പരിജ്ഞാനം ഇല്ല, എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല, ഞാൻ ഇതിൽ പരാജയപ്പെട്ടാൽ എന്തായിരിക്കും അതിന്റെ കോൺസിക്വൻസസ്, അതുകൊണ്ട് എനിക്ക് ബിസിനസ് തുടങ്ങാൻ പേടിയാണ്. ഇത്തരത്തിലുള്ള കുറെ ഇൻവിസിബിൾ വാൾസ് നിങ്ങളുടെ മുന്നിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പലപ്പോഴും ഒരു ഭയം അനുഭവപ്പെടുന്നത്. ഈ ചുവര് നിങ്ങൾക്ക് തകർക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യ പടി എന്നോണം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന്റെ തുടക്കം എന്നോണം നിങ്ങൾ ചെയ്യേണ്ടത് ബോസ് വാലയുടെ ബിസിനസ് ലോഞ്ച് പാഡ് പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് വെറും ഒരു സെമിനാർ അല്ല, ഇത് വെറും തിയറി മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് അല്ല. എനിക്ക് ബിസിനസ് തുടങ്ങണം എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്നും ഞാൻ ബിസിനസ് തുടങ്ങി എന്നുള്ള തരത്തിൽ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ബോസ് വാലയുടെ ബിസിനസ് ലോഞ്ച് പാഡ് പ്രോഗ്രാം. എല്ലാവരും ഒരു ബിസിനസ് തുടങ്ങാൻ കേപ്പബിൾ ആവണം എന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ട് എങ്കിൽ അതിനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ് ലോഞ്ച് പാഡ് പ്രോഗ്രാമിന്റെ ആദ്യത്തെ സെഷനിൽ തന്നെ നിങ്ങളെ ഒരു എംപ്ലോയി എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്നും ഒരു ഓൺട്രപ്രന്യൂർ എന്ന മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു. അതിനുശേഷം വരുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ലൈവ് കേസ് സ്റ്റഡീസ്. ഫുഡ്, റീറ്റെയിൽ, സർവീസ്, ഫാഷൻ ആൻഡ് ബ്യൂട്ടി, അങ്ങനെ നിരവധി മേഖലകളിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രന്യൂർസിന്റെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് ഇതിലൂടെ കേൾക്കാം. അവർ വിജയിച്ച പാത എന്താണെന്ന് ഈ സെഷനിലൂടെ അവർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. എങ്ങനെയാണ് ബിസിനസ് ആരംഭിച്ചത്, എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ആ സ്ട്രഗിൾസ് എല്ലാം ഓവർകം ചെയ്തത്, എങ്ങനെയാണ് സക്സസിലേക്ക് അവർ എത്തിയത്, അങ്ങനെ അവരുടെ ബിസിനസിനെ സംബന്ധിക്കുന്ന A to Z കാര്യങ്ങൾ ഈ സെഷനിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്തിനേറെ, നിങ്ങളുടെ ഭാവി ബിസിനസ്സിൽ ഒരു പാർട്ണറെ പോലും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തതായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്ത് ബിസിനസ്സാണ് ഞാൻ തുടങ്ങേണ്ടത് എന്നായിരിക്കും. അവിടെയാണ് നമ്മുടെ അടുത്ത സെഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്കായുള്ള ശരിയായ ബിസിനസ് ഐഡിയ, ഒരു ടൈം ടെസ്റ്റഡ് സൈക്കോളജിക്കൽ ഫ്രെയിംവർക്കിലൂടെ നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണ്, അതുപോലെ പാഷൻ എന്തൊക്കെയാണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, മാർക്കറ്റ് നീഡ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്നു. സോ ഇതെല്ലാം അനലൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയ എന്താണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ നിങ്ങളെ അത് സഹായിക്കുന്നു. ഇത് ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാ മികച്ച ബിസിനസ് ഐഡിയകളും കൃത്യമായിട്ടുള്ള അലൈൻമെന്റ് വഴി ഉണ്ടായിട്ടുള്ളതാണ്. ഇതിന്റെ ബ്രേക്ക് സെഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പിയർ ഗ്രൂപ്പിലുള്ള ആളുകളുമായി ബന്ധപ്പെടാം. നിങ്ങളെ പോലെ തന്നെ ബിസിനസ് ചെയ്യണം എന്ന ആഗ്രഹവുമായിട്ട് വരുന്ന ഒരുപാട് ആളുകളുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാം, ഒരു നെറ്റ്വർക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങളെ നിങ്ങളുടെ ബിസിനസ് തുടങ്ങുന്നതിലേക്ക് കൂടുതൽ മുന്നോട്ട് നയിക്കാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ഐഡിയ ക്ലിയർ ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്
നിങ്ങളുടെ ബിസിനസ് ലീഗലി സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടാണോ രജിസ്റ്റർ ചെയ്യേണ്ടത്, ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടാണോ രജിസ്റ്റർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ LLP ആയിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഐഡിയ ലഭിക്കും. എന്തൊക്കെ ലൈസൻസുകൾ ആവശ്യമുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ തയ്യാറാക്കിയിരിക്കണം, അങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കാൻ ലീഗലി എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നെല്ലാം ഈ സെഷനിലൂടെ നിങ്ങൾ പഠിക്കും. പിന്നീട് നമ്മൾ മണി മാനേജ്മെന്റിലേക്ക് മൂവ് ചെയ്യുന്നു. അധികം ബിസിനസ്സുകളും പരാജയപ്പെടുന്നത് ഐഡിയ മോശമായതുകൊണ്ടല്ല, കൃത്യമായിട്ട് പണം കൈകാര്യം ചെയ്യാൻ ഈ ഫൗണ്ടറിന് പറ്റാത്തത് കൊണ്ടാണ്. ഈ സെഷനിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് പണവും നിങ്ങളുടെ പേഴ്സണൽ പണവും സെപ്പറേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്യുന്നത് എന്ന്, നിങ്ങളുടെ വരുമാനവും ചിലവും എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്യാപിറ്റൽ പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് GST, TDS തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ഫിനാൻസ് സ്വയം കൈകാര്യം ചെയ്യുന്നത്, ഒരു CAയുടെ സഹായം ഇല്ലാതെ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ സാധ്യമാകുമോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ സെഷനിൽ നിങ്ങൾ പഠിക്കും. ഇനി നമ്മൾ വരുന്നത് നമ്മുടെ ബിസിനസിന്റെ ലൈഫ് ലൈനിലേക്കാണ്, അതായത് കസ്റ്റമേഴ്സ്. ഓൺലൈൻ ഓഫ്ലൈൻ സ്ട്രാറ്റജികളിലൂടെ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുന്നതും എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്നത് എന്ന് ഈ സെഷനിലൂടെ പഠിക്കാം. ഗൂഗിൾ ബിസിനസ്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ഫ്ലെയറുകൾ, സ്റ്റാളുകൾ, റെഫറലുകൾ, CRM അടിസ്ഥാന കാര്യങ്ങൾ, ലോയൽ കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ ആവശ്യമായ റിട്ടൻഷൻ ടെക്നിക്കുകൾ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഈ സെഷനിൽ നിങ്ങൾക്ക് പഠിക്കാം. കാരണം നിങ്ങളുടെ ബിസിനസ് ഉണ്ട് എന്ന് ജനങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വർക്ക്ഷോപ്പിന്റെ അവസാന സെഷൻ എന്നോണം നിങ്ങളുടെ ബിസിനസ് ഐഡിയ പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ ഒരു ഐഡിയ പ്രസന്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എക്സ്പേർട്ട് ഫീഡ്ബാക്ക് ലഭിക്കുകയും നിങ്ങളുടെ മനസ്സിലെ സംരംഭകനെ ഉണർത്താൻ വേണ്ടി മാത്രമല്ല, ഒരു സംരംഭകനാകാൻ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. മാത്രമല്ല, നമ്മുടെ നെറ്റ്വർക്കിംഗ് ഇവന്റുകളിലേക്കുള്ള ഒരു കണക്ഷനും നിങ്ങൾക്ക് ലഭിക്കുന്നു. എല്ലാ സെഷനുകളിലും ഒരു ലോഞ്ച് പാഡ് വർക്ക് ബുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ വർക്ക് ബുക്ക് ആയിരിക്കും നിങ്ങൾ ഉടനീളം യൂസ് ചെയ്യുന്നത്. ഇത് വെറുതെ നോട്ടുകൾ കുറിച്ചെടുക്കുക മാത്രമല്ല, ഇത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്ലൂ പ്രിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പ് ആണ്. ഈ ഇവന്റ് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആയിരിക്കും ഇത്. ഐഡിയ സെലക്ഷൻ മുതൽ പ്ലാനിങ്ങിന്റെ എക്സിക്യൂഷൻ വരെ, മാർക്കറ്റിംഗ് മുതൽ ലീഗൽ ചെക്ക് ലിസ്റ്റ് വരെ ഈ വർക്ക് ബുക്ക് ആയിരിക്കും നിങ്ങളുടെ GPS എന്ന് പറയുന്നത്. എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരു വെൽക്കം കിറ്റ് ലഭിക്കുന്നു, കൂടാതെ ലഞ്ചും പ്രൊവൈഡ് ചെയ്യുന്നു. ബാംഗ്ലൂർ ബൻശങ്കരിയിലെ പൈ വിസ്ത കൺവെൻഷൻ സെന്ററിലാണ് ഈ ഒരു ബിസിനസ് ലോഞ്ച് പാഡ് നടക്കുന്നത്. ഇത് വെറും ഒരു വർക്ക്ഷോപ്പ് അല്ല, ഇതൊരു ലോഞ്ച് പാഡ് പ്രോഗ്രാമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ദിവസം, കാത്തിരിക്കുന്നത് അവസാനിപ്പിച്ച് നിർമ്മിക്കാൻ തുടങ്ങുന്ന ഒരു ദിവസം. വളരെ പരിമിതമായ സീറ്റ് മാത്രമാണ് ഈ ലോഞ്ച് പാഡ് പ്രോഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ജൂൺ 14 തീയതി ബാംഗ്ലൂരിലും, ജൂൺ 21 തീയതി ചെന്നൈയിലും, ജൂൺ 28 തീയതി വിജയവാഡയിലുമാണ് ഈ ഒരു ബിസിനസ് ലോഞ്ച് പാഡ് പ്രോഗ്രാം നടക്കുന്നത്. സോ ബ്രേക്ക് യുവർ മെന്റൽ ബാരിയേഴ്സ്, ബിൽഡ് യുവർ ബിസിനസ് ആൻഡ് ബി യുവർ ഓൺ ബോസ്. ബിസിനസ് ലോഞ്ച് പാഡ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് www.bosswala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബോസ്വാല, ബി ദ ബോസ്.